ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പരിപ്പും പാലക്കും വെച്ചിട്ടുള്ളൊരു കറിയാണ് ആക്കാൻ പോകുന്നത്. ഞാൻ അതിന് വേണ്ടി ഇവിടെ ചെറുപയറിൻ്റെ പരിപ്പ് എടുത്തിരിക്കുന്നത്. നമ്മൾ പായസമൊക്കെ ആക്കാൻ എടുക്കുമല്ലോ, ആ പരിപ്പാണ്. പിന്നെ പാലക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി തേങ്ങ, ഇച്ചിരി ജീരകം അരപ്പിന് വേണ്ടിയിട്ട്. പിന്നെ പൊടികളിൽ നമ്മൾ എടുക്കുന്നത് മഞ്ഞൾപ്പൊടി, അതേപോലെ മുളക് പൊടി ജസ്റ്റ് ഒരു 1/2 ടീസ്പൂണിലും കുറവായിട്ടുള്ളൂ, കശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ താളിപ്പിനിൽ കടുക്, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടൂ. ഒത്തിരി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, അവർക്ക് ഒത്തിരി ഹെൽത്തി ഓപ്ഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആക്കുന്നത് നോക്കിയാലോ. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ പരിപ്പൊന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ യൂഷ്വലി കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയുള്ളൊരു സാധനമാണ് പാലക്ക്. അപ്പോൾ പാലക്ക് പോലത്തെ ഇതുപോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചച്ചീര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ പാലക്കാണെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒത്തിരി അയൺ കണ്ടൻറ്റൊക്കെ ഉള്ള സാധനമാണ് പാലക്ക്. പരിപ്പും അറിയാലോ, പ്രോട്ടീൻ്റെ സോഴ്സാണ്. അപ്പോൾ ഇതുപോലത്തെ കറികൾ ഉണ്ടാക്കിയാൽ അവർ ഇത് അറിയാതെ തന്നെ ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ കഴിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പാലക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട്. ഇത് നമുക്ക് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കെ വെള്ളം ഒഴിക്കുക. അപ്പം ഏകദേശം ഒരു റഫ് കണക്കാണ് കേട്ടോ, ഒരു 1 to 1.5 കപ്പിൽ കുറവായിട്ട് മതിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുങ്ങി കിടന്നാൽ മതി പരിപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെക്കുന്ന ഒരു 2 to 3 ആൾക്ക് കഴിക്കാൻ പറ്റിയ അളവിലാണ്. അതിലേക്ക് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, അതുകൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് കുക്കിംഗ് ജസ്റ്റ് ഒരു 1 വിസിൽ, അല്ലെങ്കിൽ കൂടി വന്ന 2 വിസിൽ, ഇതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം പെട്ടെന്ന് ഈ ചീര ഉണ്ടല്ലോ ഇതിനകത്ത്, പാലക്കുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അത് അടിഞ്ഞു പോവും. അപ്പോൾ ഒരു വിസിലിൽ യൂഷ്വലി വെന്ത് കിട്ടും, അല്ലെങ്കിൽ മാക്സിമം 2 വിസിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, കുട്ടിക്ക് പറ്റിയ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാനത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് എന്താണ് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഒത്തിരി പുതിയ കൂട്ടുകാർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ നമ്മൾ അരപ്പ് റെഡിയാക്കുകയാണ്. അപ്പം തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജീരകവും, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം. അപ്പോൾ നമ്മളിത് കുറച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക, തരിതരിപ്പായിട്ടല്ല, കുറച്ച് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഷ്ണമൊക്കെ വെന്തോ നമുക്ക് നോക്കാം. നമ്മുടെ പരിപ്പൊക്കെ വെന്തോ നോക്കിയിട്ട് അതിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഒരു ബിസി ഡേയിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റിയ സാധനമാണ്. എൻ്റെ കയ്യിലുണ്ടായ പാലക്ക് ഇച്ചിരി ഒന്ന് വാടിയായിരുന്നു. അപ്പം നല്ല ഫ്രഷ് പാലക്ക് വാങ്ങിയിട്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റിയ കുറേ റെസിപ്പീസാണ്. ഈ പരിപ്പിൻ്റെ ഒന്നിച്ച് പല സാധനങ്ങളും ചേർന്ന് പോവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കതുപോലെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ പാലക്കും പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല പാകം വേവാണ്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറീൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഞാൻ വെക്കുന്നത്. അപ്പം നമുക്ക് ഈ ജാറ് കഴുകിയ വെള്ളവും അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഒത്തിരി കട്ടിയിൽ പരിപ്പ് ഞങ്ങൾക്ക് പൊതുവെ ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ കട്ടിയിലായിട്ടും എടുക്കുക കേട്ടോ. ഞാൻ കുറച്ചൊരു ഫ്ലോയി കൺസിസ്റ്റൻസിയിലാണ് വെക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഓക്കെ, പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ആഡ് ചെയ്യുക. ആദ്യം നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഇത് നെയ്യിൻ്റെ ഒന്നിച്ച് ഭയങ്കര കോമ്പിനേഷനാണ്. നെയ്യും പപ്പടവും ഈ കറിയും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, സൈഡ് ഡിഷ് കൂടി വേണ്ട. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല പാകം, നല്ല മണമാണ്. ഇപ്പം നമുക്കിത് മാറ്റിയിട്ട് ഇതിലേക്ക് താളിപ്പിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാടൻ കറികൾക്ക് രുചി വെളിച്ചെണ്ണ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിലേക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്.
ഇനി ഞാൻ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നത് ഈ താളിപ്പിലേക്ക് ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചില മക്കളൊക്കെ നെയ്യ് കഴിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഹാക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അറിയത്തില്ല, അവർ അറിയാതെ തന്നെ അത് കഴിച്ചോളും. അപ്പോൾ ഈ കറി കുഞ്ഞു കുട്ടികൾക്ക് പോലും നമ്മൾ ഈ എരിവിൻ്റെ ക്വാണ്ടിറ്റി, എരിവൊന്നും അറിയില്ല കേട്ടോ, 1/2 ടീസ്പൂണല്ലോ, അപ്പോൾ കൊടുത്താൽ അവർക്ക് ഭയങ്കര നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ കറി റെഡിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്